ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. ഇന്നത്തെ യാത്ര ചക്കുളത്തുകാവ് ദേവി ക്ഷേത്ര ദർശനമാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓളുന്ന ബട്ടൺ അമർത്തേക്കുക. ഞാനിന്ന് പോകുന്നത് ട്രെയിനാണ്. 161-28 ഗുരുവായൂർ ടു മധുര എക്സ്പ്രസ്സിനാണ് ഞാൻ പോകുന്നത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. നമുക്കാദ്യം പോയി ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് ആലുവ മുതൽ തിരുവല്ല വരെ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത്. അത്യാവശ്യ തിരക്ക് ആലുവ സ്റ്റേഷനിലുണ്ട്. ട്രെയിനിൻ്റെ അകത്ത് തിരക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. കയറി നോക്കി അറിയാം. ഗുരുവായൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇഷ്ടമാതിരി ഭക്തജനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വണ്ടി നിർത്തിയിട്ട് മാത്രമേ അതിനുള്ളിൽ കയറാൻ പാടുള്ളൂ. നമുക്ക് കയറി നോക്കാം. അത്യാവശ്യം തിരക്കുണ്ട്. അതുകൊണ്ട് സീറ്റൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം ആലുവയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ കളമശ്ശേരിയാണ്. അങ്ങനെ ആലുവ സ്റ്റേഷനോട് വിട്ട് പറഞ്ഞ് വണ്ടി മെല്ലെ നീങ്ങുകയാണ് കളമശ്ശേരി ലക്ഷ്യമാക്കി. രാവിലെ നല്ല മഴക്കാറായതുകൊണ്ട് വീഡിയോയ്ക്ക് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ മെട്രോയുടെ യാർഡിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മെട്രോയിൽ നിന്നിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പായ കളമശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും കളമശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. ഒരു മിനിറ്റിൻ്റെ ഹോൾട്ടാണ് കളമശ്ശേരിയിലുള്ളത്. 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം കളമശ്ശേരിയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. കളമശ്ശേരി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ എടപ്പള്ളിയാണ്. എടപ്പള്ളി സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റിൻ്റെ ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും അത്യാവശ്യ തിരക്ക് കുറവായിരുന്നു. രാവിലെ അന്തരീക്ഷം മൂടിക്കെട്ടിരിക്കുകയാണ്. എടപ്പള്ളി സ്റ്റേഷൻ. എടപ്പള്ളി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. 5 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം ട്രെയിൻ എറണാകുളം നിർത്തിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ സ്റ്റേഷൻ. അടുത്ത സ്റ്റേഷൻ മുളന്തുരുത്തി. 1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. മുളന്തുരുത്തി സ്റ്റേഷൻ. ട്രെയിൻ ആ വളവ് തിരിഞ്ഞ് വന്ന് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. വർഷമായതുകൊണ്ട് എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ്. ഇനി കുറച്ച് പുറത്തെ കാഴ്ച കണ്ടുപോകാം. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷമായതുകൊണ്ട് എവിടെ നോക്കിയാലും വെള്ളച്ചാലുകൾ കാണാം. എന്താ ഒരു ഭംഗി! എവിടെ നോക്കിയാലും മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ മാത്രം. എല്ലാ വൃക്ഷങ്ങൾക്കും നല്ല സന്തോഷമാണ് മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്പീഡിന് ഒരു കുറവുമില്ല വണ്ടിക്ക്. അടുത്ത സ്റ്റേഷൻ പിറവൻ റോഡ്. 1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉണ്ടായത്. 1 മിനിറ്റ് ഹോൾട്ടിന് ശേഷം പിറവൻ റോഡിൽ നിന്നും ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷനായ വൈക്കം റോഡിൽ നിന്ന് 1 മിനിറ്റ് ഹോൾട്ടിന് ശേഷം വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ കുറുപ്പന്തറ. 1 മിനിറ്റിൻ്റെ ഹോൾട്ടാണ് കുറുപ്പന്തറയിലുണ്ടായത്. അവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ട്രെയിൻ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:15 ആയിട്ടുണ്ട്. ഇവിടെ റെയിൽവേയുടെ വർക്കുകൾ നടത്തുന്ന കാരണം 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി നിർത്തുന്നത്. ഏറ്റുമാനൂർ സ്റ്റേഷൻ. ഏറ്റുമാനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. 1 മിനിറ്റ് ഹോൾട്ടാണ് ഉണ്ടായത്. കോട്ടയം സ്റ്റേഷൻ.
ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ 1 മിനിറ്റ് ഹോൾട്ടാണ് ഉണ്ടായത്. അവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്താണ് നമ്മുടെ സ്റ്റേഷൻ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ അങ്ങനെ മന്ദം മന്ദം തിരുവല്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തിരുവല്ല സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. അപ്പുറത്ത് ട്രെയിൻ കിടക്കുന്നുണ്ട്. തിരുവനന്തപുരം ലോകമാന്യത്തിലേക്കാണ് കിടക്കുന്നത്. ട്രെയിൻ നിർത്തി ഞാൻ ഇറങ്ങുകയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് കിടക്കുകയാണ്. തിരുവല്ല സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശമാണ്. ഇനി KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകണം. ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിലാണ്. ആലപ്പുഴയ്ക്കുള്ള ബസ്സിൽ കയറി ചക്കുളത്താവ് ഇറങ്ങുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്നും 18 രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് ഉള്ളൂ. ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് KSRTC ബസ് സ്റ്റാൻഡ് തിരുവല്ലയിലെത്തി. ആലപ്പുഴ ബസ്സിൽ കയറി ഇപ്പോൾ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തേക്ക് പ്രവേശിക്കുകയാണ്. സർവ്വമത തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. അതിവിശാലമായ പാർക്കിംഗാണ് ഇവിടെ ഉള്ളത്. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ വനദുർഗ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ചക്കുളത്തമ്മ എന്ന് ഇവിടുത്തെ ഭഗവതിയെ അറിയപ്പെടുന്നു. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല ഇവിടെ നടക്കുന്നു. അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുമ്പിൽ സ്ത്രീകൾ ഇഷ്ടകാര്യ സിദ്ധിക്ക് നടത്തപ്പെടുന്ന ദ്രാവിഡാചാര പ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല. സ്ത്രീകളുടെ ശബരിമലയെ എന്നറിയപ്പെടുന്നതാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. പട്ടമന എന്നു പേരുള്ള ഒരു നമ്പൂതിരി കുടുംബം വകയാണ് ക്ഷേത്രാഭരണം നടത്തിവരുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ അതിർത്തിയിൽ പമ്പാ നദിയുടെയും മണിമലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് തുലാഭാരം തൂക്കുന്നത്. ഇത് ക്ഷേത്രക്കുളമാണ് ഇവിടുത്തെ. കുംഭമാസത്തിലെ മകം, പൂരം ദിവസങ്ങൾ അതിവിശേഷമാണ് ഇവിടെ. നവരാത്രി, തൃക്കാർത്തിക, ശിവരാത്രി, ദീപാവലി, മണ്ഡലകാല ദിവസങ്ങൾ, മകരച്ചിവ തുടങ്ങിയ ദിവസങ്ങളും ഇവിടെ ഭയങ്കര വിശേഷ പൂജകളുണ്ടായിരിക്കും. നവരാത്രി, വിദ്യാരംഭം എന്നിവയാണ് അതിപ്രധാനമായ ദിവസങ്ങൾ. ഇവിടുത്തെ ദർശന സമയം രാവിലെ 4:30 AM മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 മണി വരെയുമാണ് ദർശന സമയം. ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരിൽ നിന്ന് MC റോഡ് വഴി ഏകദേശം 9 കിലോമീറ്റർ മാറിയാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ല ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഭുവനേശ്വരി, ഭദ്രകാളി, പാർവതി തുടങ്ങിയ ആദിപരാശക്തിയുടെ എല്ലാ ഭാവങ്ങളിലും ഇവിടെ ആരാധിക്കപ്പെടുന്നു. ഉപദേവതകളായി ഗണപതി, ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ഹനുമാൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവയിലും പ്രതിഷ്ഠകളുണ്ട്. ഇത് നമുക്ക് പോകാനുള്ള ചക്കുളത്താവിൽ നിന്ന് പോകാനുള്ള ആനവണ്ടിയാണ്. ഇവിടെയൊക്കെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. അതിവിശാലമായ ഫ്രണ്ട് പാർക്കിംഗ് സൗകര്യം. അങ്ങനെ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. ഇതോടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.